ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കീഴെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഇനി അടുത്ത വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ സെർച്ചിലേക്ക് പോയിട്ട് അവിടെ MVDIM എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ നിന്നും APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഇങ്ങനെ അടിച്ചാലും മതി. നിങ്ങൾ ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഈ സെക്കൻഡ് MVDIM കേരള മോട്ടോർ വെഹിക്കിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഡൗൺലോഡ് APK 1.6. അതായത് ചെറിയ ഒരു MB മാത്രമേ ഉള്ളൂ. എത്ര വലിയ ആപ്ലിക്കേഷനൊന്നുമല്ല, വലിയ സ്പേസ് കൂടുതൽ എടുക്കുന്ന ആപ്ലിക്കേഷനൊന്നുമല്ല. അപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടിയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ശേഷം ഡൗൺലോഡ് APK എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഓക്കെ അടിച്ചാൽ മതി. ടൈപ്പ് ഫയൽ ഓഫ് ക്യാൻ ഹാം യുവർ ഡിവൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് സാധാരണ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും അങ്ങനെ ഒരു ചോദ്യം വരുന്നതാണ്. അപ്പം നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റീപ്ലേസ് ഫയൽ എന്ന് കാണിക്കുന്നത്. റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുതിയ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് അത് ചെയ്യാം. അതുപോലെ നമ്മളുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇനി അടുത്തത് നമ്മൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അൺനോൺ സോഴ്സ് എന്നുള്ള ഇത് ടിക്ക് ചെയ്യണം. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അൺനോൺ സോഴ്സ് ഇവിടെ ടിക്ക് ചെയ്യുക. സെക്കൻഡിൽ ഓക്കെ കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ന്യൂ ഓൾ എന്ന് എഴുതിയിട്ട് ഇവിടെ ക്യാൻസൽ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പം നമ്മൾക്ക് അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. ബേക്കടിച്ച് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയായിരിക്കും ഈ ആപ്ലിക്കേഷൻ്റെ ലോഗോ. ഓപ്പൺ ചെയ്യുക. അടുത്തത് വെഹിക്കിൾ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു നമ്പർ അടിക്കുകയാണ്. ഓക്കെ, ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഇതിൻ്റെ നമ്പർ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ. 18. ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യുക. നമ്പർ നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പറുകളും രജിസ്ട്രേഷൻ നമ്പറൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളത് ചെയ്യാം. 18. ഞാൻ M അടിച്ചു. പിന്നെ അടുത്തത് ഒരു 3456 ജസ്റ്റ് ഒരു നമ്പർ അടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ചെസ് നമ്പർ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാം. അതില്ലാത്തവരും പ്രശ്നമില്ല. ഗെറ്റ് നമ്പർ, ചെസ് നമ്പറും കിട്ടും. ജസ്റ്റ് ഗെറ്റിൻ്റെ അവിടെ പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇപ്പം ഈ വണ്ടിയുടെ ഓണറെ പേര് വന്നു അബ്ദുൽ ഹമീദ്. ഓണർ ഫ്രം 27/1/2014 മുതൽ അയാൾ ഇതിൻ്റെ KTC ഓട്ടോമൊബൈൽസ് എന്നാണ് ഡീലർ. അവരാണ്. ടാക്സ്, ലൈസൻസ് പെയ്ഡ്, ഇതൊക്കെ ഇതിൻ്റെ അമൗണ്ട്, ഇത്ര എമൗണ്ട് പെയ്ഡ്, ഇതൊക്കെ ഇത്ര എന്നൊക്കെ ഇതിൽ ഉണ്ട്. കാറ്റഗറി നോൺ ട്രാൻസ്പോർട്ട്, LMV മോട്ടോർ കാർ, ബെലോ 1500 cc. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ ഇയോൺ മേഗ്ന ഹോണ്ടയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഒക്കെ ഇതിലുണ്ട്. വണ്ടിയുടെ കളർ ഗ്രേ ഇതൊക്കെ ഉണ്ട്.
ഇനി ഒരു നമ്പർ കൂടെ നമ്മൾക്ക് അടിച്ചു നോക്കാം. സോറി, KL1 അടിക്കാം നമുക്ക്. KL1 ഇപ്പോൾ ഇത് ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആയിരിക്കും. KL1 H. ഓക്കെ, സോറി, KL1H 2345. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് ഒരു മാനേജിങ് പാർട്ട്നേഴ്സ്. ഇത് ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ഡീലർ റൊണാൾഡിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. CC അബോവ് മോട്ടോർ സൈക്കിൾ. ഇതൊരു ബൈക്കാണ്. മോട്ടോർ സൈക്കിൾ അബോവ് 95 cc. അപ്പം ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ്. കുറച്ച് പഴയ വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ഇനി അടുത്ത് നമുക്ക് ലൈസൻസ് ചെക്ക് ചെയ്യാം. ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ലൈസൻസ് നമ്പർ ഉണ്ടാകും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ലൈസൻസ് എങ്ങനെ നോക്കാം. അപ്പം ഞാനിപ്പം എൻ്റെ ലൈസൻസ് നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. 611/1992. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇടുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഹംസ വടകര. ഇത് എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിലാണ്. അപ്പം അതുപോലെ RTO ഫയൽ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിവിടെ കൊടുക്കേണ്ടി വരും. അതുപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽ അറിയാൻ വളരെ നല്ലതാണ്. അതുപോലെ വിറ്റുപോയ വണ്ടി, നമ്മൾ കയ്യിൽ നിന്ന് വിറ്റ വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ബൈ. ഓക്കെ.